ചൂരൽമലയിൽ തങ്ങൾ കാലുറപ്പിച്ച് നിന്നിരുന്ന മണ്ണിൽ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു തരിയെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോഴും ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പരിശോധന, മൃതദേഹങ്ങൾക്കായും ശരീരങ്ങൾക്കായുമുള്ള പരിശോധന ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യം നിരവധി JCBകൾ നടന്നുകൊണ്ട് ചൂരൽമലയിൽ മണ്ണ് നിന്ന സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിൽ വന്ന മൺതിട്ടകൾ ഓരോന്നായി മണ്ണ് കോരി മാറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവിടെ റഡാർ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ചില പോയിന്റുകൾ, റഡാറിൽ ചില സിഗ്നലുകൾ വന്നിരുന്നു. ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച്, ആ സിഗ്നലുകൾ വന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ JCB പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ മറ്റെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാൻ വേണ്ടി സുരക്ഷാ സേനയുടെ അംഗങ്ങളും വളണ്ടിയർമാരും ഒക്കെ സമീപത്തായി ഉണ്ട്. ആ തരത്തിൽ ഇവിടെയും ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കയിലും സമാനമായ രീതിയിൽ പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് 138 ആളുകളുടെ, കാണാതായ ആളുകളുടെ പട്ടിക ഇന്ന് റവന്യൂ വകുപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രാഥമികമായ കണക്കെടുപ്പാണിത്. അത് ഇനിയും കൂടുതൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്ന് റവന്യൂ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഒക്കെ വിവിധ വകുപ്പുകളുടെ ഒരു സംയുക്ത സംഘം 12 ടീമുകളായി തിരിച്ചുകൊണ്ട് ഈ ചൂരൽമലയിലും മുണ്ടക്കയിൽ പ്രദേശത്തും ഇന്നൊരു പരിശോധന നടത്തുന്നുണ്ട്. 2-3 കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി ഈ മൃതദേഹങ്ങൾക്കായുള്ള, ആളുകൾക്കായുള്ള പരിശോധന തിരച്ചിൽ എത്താത്ത ഇടങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രാഥമികമായ ഒരു കണക്കെടുപ്പ്, എവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, വ്യാപാര സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അവരുടെ ജീവസ്പന്ദനമുണ്ടായിരുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അവർ ഈ കണക്കെടുപ്പിൻ്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട്. ആ കണക്കെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ടോട് കൂടി തന്നെ ഏറെക്കുറെ അത് പൂർത്തിയാക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയെങ്കിലും ഒരു ക്രോഡീകരിച്ചുകൊണ്ടൊരു കണക്ക് ഒരുപക്ഷെ വൈകുന്നേരത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും. ഏതായാലും തിരച്ചിൽ തുടരാൻ തന്നെയാണ് സർക്കാരിൻ്റെയും സംവിധാനങ്ങളുടെയും തീരുമാനം. അതിനനുസരിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തു നിന്നും പുതുതായി ഒരു ശരീരമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ കാണാതായവരുണ്ട്, ബന്ധുക്കളെത്തി, ഇന്ന സ്ഥലങ്ങളിൽ ഇവരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ഈ രക്ഷപ്പെടാൻ കഴിയാതെ പ്രായമായവരും രോഗികളുമായവരൊക്കെ മണ്ണിനടിയിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരഞ്ഞ് കണ്ണീര് പറ്റിയ അവരെ മുഖം നമ്മൾ കണ്ടത്. ആ ബോഡി അവർക്ക് എണീച്ച് നടക്കാനോ പോകാനോ പറ്റില്ല. അവശനായൊരു ആളാണ്, ഓർമ്മശക്തിയൊക്കെ നശിച്ച ഒരാളാണ്. ആ സാഹചര്യത്തിലാണ് വെള്ളം വന്നപ്പോൾ ഇവർ രണ്ടുപേർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 2 വാതിലും അടഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ആ വീട് പറ്റെ അമർന്നു പോയിട്ടുണ്ട്. അവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോഴും ഇവിടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.